ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറിയോ കൊണ്ടിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറിയോ തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു 12 ബിസ്ക്കറ്റ് എങ്കിലും കാണും കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി വേണ്ടത് നമുക്ക് മെൽറ്റഡ് ബട്ടറാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പത്ത് വെച്ച് ഡയറക്റ്റ് ഒന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്ക് മെൽറ്റാക്കി എടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിവിടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ക്രഷാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ചെറിയൊരു നനഞ്ഞ പരിവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് താഴത്തെ ലെയറായിട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും കൊണ്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ബാക്ക് കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റാക്കി വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ക്രീമി ലെയറാണ് നമ്മളടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയ പാലൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ ജലാറ്റിൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. കോൺഫ്ലോർ തന്നെയാണ് ഇതിൻ്റെ ബേസ്, അതായത് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡറും ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ കോഫി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട്, കാരണം കോൺഫ്ലവറിൻ്റെ അല്ലെങ്കിൽ കൊക്കോ പൗഡറിൻ്റെയൊക്കെ കട്ട ചെറുതായിട്ട് ഇതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസ്കർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് കട്ടയില്ലാണ്ട് അത് ഉടച്ചെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു 20 ഗ്രാം ചോക്ലേറ്റ്, കുക്കിംഗ് ചോക്ലേറ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറി മിൽക്കോ അങ്ങനെയുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണം. ചോക്ലേറ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും മെൽറ്റായി കിട്ടിക്കോളും, അടിയിൽ പിടിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ ഒരു ക്രീമാണ് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഈ ഒരു ക്രീം എല്ലാവിടെയും ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ചോക്ലേറ്റിൻ്റെ ക്രീം തനിയെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു രുചി തന്നെയാണ്. കാരണം നമ്മളിതിൽ ചോക്ലേറ്റും കൊക്കോ പൗഡറും അതുപോലെ തന്നെ കോഫി പൗഡറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം നല്ല റിച്ച് ആയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ലെയറായിട്ട് നമ്മൾ നേരത്തെ തന്നെ ക്രഷ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രംബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി എല്ലാവിടെയും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം എല്ലാവിടെയും സെറ്റാക്കി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം. സെയിം റിപ്പീറ്റഡ് പ്രോസസ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് എത്രത്തോളം ബാലൻസ് ഉണ്ടോ അതനുസരിച്ചിട്ട്, അതായത് നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവനുസരിച്ചിരിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ 1, 2, 3 ലെയർ നിങ്ങൾക്ക് കിട്ടും. എനിക്കിവിടെ 3 ലെയർ വീതം വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ ലെയറായിട്ട് ഞാനിവിടെ ക്രീമാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവിടെയും ഈവനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലൂടെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവിടെയും ആയി കിട്ടും. നമ്മളല്ല സ്പൂണിലൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൊട്ടിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിൽ കൂടെ ഇതേപോലെ ഡസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ എല്ലാവിടെയും ഒരേപോലെ നന്നായിട്ട് കിട്ടും. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ്, ക്രീമോട് കൂടിയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റാണ് അത് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും. കാരണം ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളാരും തന്നെ ഉണ്ടാവില്ല. പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കിയെടുക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ പാനിലേക്ക് ആഡ് ചെയ്യുക, ഒരുമിച്ച് കുറുക്കിയെടുക്കുക, സെറ്റാക്കുക, ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കഴിക്കാം. തണുപ്പോടുകൂടെ കഴിക്കാം, അല്ലാതെയും നമുക്ക് കഴിക്കാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടിട്ടുള്ള പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് നമ്മൾ ചാനലിലൂടെ കൂടുതലും ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള വീഡിയോസ് കൂടെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ ചാനലിൽ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും
ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്